പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശ്വര ഏറ്റവും സ്നേഹമുള്ളവരെ, അടുത്ത ഞായറാഴ്ച നമ്മൾ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. ഈശോയുടെ ഉയർപ്പിൻ്റെ 50-ാം ദിവസം. പന്തക്കുസ്ത തിരുനാൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായി സവിശേഷമായ വിധത്തിലുള്ള ആഗമനത്തെ അനുസ്മരിക്കുന്ന ഈ നാളുകളിൽ നമ്മളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴി അനുഗ്രഹം സ്വന്തമാക്കുവാൻ ഇടയാകണം. എൻ്റെ പള്ളിയിലെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സൺഡേ സ്കൂളിലുള്ള ഒരു ആൺകുട്ടി മിക്ക ഞായറാഴ്ചകളും എൻ്റെ അടുത്തൊന്ന് പറയും, അച്ഛാ, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു വിടും, അച്ഛനോട് പറയണമെന്ന് പ്രാർത്ഥിക്കണമെന്ന്. അവൻ്റെ ആവശ്യം ഇതാണ്. അവനൊരു കുറവുണ്ട്. അവർ 2 പേരേ ഉള്ളൂ വീട്ടിൽ മക്കളായിട്ട്. അവർ അനുജത്തിയുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കും. അമ്മ എപ്പോഴും ഒരു ചള്ളിശീലമാണ്. പക്ഷെ അവൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അനുജത്തിയുമായിട്ട് വഴക്കുണ്ടാക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതെപ്പോഴും അറിയാതെ സംഭവിച്ചു പോവുകയാണ്. അതൊന്ന് മാറിപ്പോകാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. അതെ, ആ കുഞ്ഞു കൊച്ചിൻ്റെ ഉള്ളിലെ ആഗ്രഹമായിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ, ഈ കൊച്ചു പ്രായത്തിലെ ഞങ്ങളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയാണ് വളർന്നത്. അങ്ങനെ കുടുംബത്തിൽ വഴക്കുണ്ടാക്കി വളരുമ്പോഴേ, പ്രായമാകുമ്പോൾ പുറകോട്ട് തിരിയുമ്പോഴേ അത് നമുക്ക് നല്ല ഓർമ്മകളാണ്. മോൻ ഈശോയോട് പ്രാർത്ഥിച്ചു. ഈശോ മോൻ്റെ വളർച്ചയുടെ പൂർണ്ണതയിൽ ഒരുപക്ഷെ 1-2 വർഷത്തിനകം ഈ കുറവ്, നിന്റെ അമ്മ എപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തുന്ന ഈ കുറവ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥന സഹായം നീ തേടുന്ന ഈ കുറവ് ദൈവം മാറ്റിത്തരും. അതെ, പ്രായത്തിൻ്റെ പൂർണ്ണതയിൽ കുറച്ചുകൂടെയൊക്കെ തിരിച്ചറിവാകുമ്പോൾ വെറുതെ വഴക്കുണ്ടാക്കുന്ന ആ ശീലം അതില്ലാതാക്കിയാൽ അത് ആ കുഞ്ഞിൻ്റെ ഒരു അനുഗ്രഹമായി, കുഞ്ഞിന് നല്ലൊരു ഉപദേശമായി മാറി. ആ കുഞ്ഞ് തന്നെ ഇന്ന് സന്തോഷത്തോടെ കുറവെല്ലാം മാറി മിടുക്കനായി അവൻ കുടുംബത്തിൽ ഒരു മാതൃകാപരമായിട്ട് മുന്നേറുമ്പോൾ ഈ പെന്തക്കോസ്ത തിരുനാളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താലാണ്, പരിശുദ്ധാന്റെ വരദാനങ്ങൾ സ്വന്തമാക്കിയാണ് നമ്മൾ നന്മയിൽ മുന്നേറുക. ഈ ഭൂമിയിൽ നമുക്ക് ഒത്തിരി കുറവുകൾ ഉണ്ടാകാം. പ്രത്യേക സാഹചര്യത്തിൽ വളർച്ചയുടെ പൂർണ്ണതയിൽ അതെല്ലാം മാറിപ്പോകും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുകയും നമ്മളെ അതിന് സഹായിക്കുകയും ചെയ്യുമല്ലോ. യേശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം 21-ാം തിരുവചനം. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് നീ ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളിച്ചെയ്യുന്നത്. അതെ, തലമുറ തോറും അനുഗ്രഹം പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നമുക്ക് നൽകുമെന്നുള്ള തിരുവചനമാണ് യേശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം 21-ാം തിരുവചനം. ഈ തിരുവചനം ബന്ധനങ്ങളിലായിരിക്കുന്നവർക്ക്, തകർച്ചകളിലായിരിക്കുന്നവർക്ക്, പീഡനങ്ങളിലായിരിക്കുന്നവർക്ക്, കുറവുകൾ പരിഹരിക്കാൻ പറ്റാത്തവർക്ക് സഹായമായി തീരട്ടെ. തലമുറകളിൽ നിന്നും നമ്മുടെ മക്കളെ വിമോചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം ശക്തിയാകട്ടെ. അതെ, പെന്തക്കോസ്ത അനുഭവം, പെന്തക്കോസ്തയുടെ കൃപാവരങ്ങൾ, പെന്തക്കോസ്തയുടെ ആത്മാവിൻ്റെ അഭിഷേകങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതിനായി ദൈവികാരനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവികാരനാഥ, എല്ലാ മക്കളെയും, ലോകമെങ്ങുമുള്ള മക്കളെയും ആശീർവദിക്കണമേ, വിശുദ്ധീകരിക്കണമേ, പൗത്രീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യമേ